ഹലോ ഓൾ, എല്ലാവർക്കും അവിയാസ് ഹോം കുക്കിങ്ങിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഡിഫറെൻറ്റ് രീതിക്കുള്ള കേക്കാണ് ഹോട്ട് ചോക്ലേറ്റ് ഫഡ്ജ് കേക്ക്. ഈ കേക്കിൻ്റെ മേൽഭാഗത്ത് നല്ല സോഫ്റ്റ് സ്പോഞ്ചി കേക്കായിരിക്കും. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്ത് നല്ല ചൂടോടെ ആവി പറക്കണ ഒരു ലാവ ഉണ്ടാവും. വളരെ അടിപൊളി യമ്മി ടേസ്റ്റി, പിന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുള്ള ഒരു കേക്കാണിത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. നമ്മളെ വീട്ടിൽ അവൈലബിൾ ആയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് തയ്യാറാക്കാൻ പോണത്. ആദ്യം ഒരു പാത്രത്തിലോട്ട് 130 ഗ്രാം മൈദ, 33 ഗ്രാം കൊക്കോ പൗഡർ, 150 ഗ്രാം ബ്രൗൺ ഷുഗർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 കപ്പ് പാല്, 1/2 ടീസ്പൂൺ ഉപ്പ്, 92 ഗ്രാം തൈര്, 60 ഗ്രാം സൺഫ്ലവർ ഓയിൽ, പിന്നെ 1.5 ടീസ്പൂൺ വെനില എസൻസും കൂടി ചേർത്തിട്ട് ഇതിനെ നല്ലപോലെ നമുക്ക് യോജിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ആദ്യമേ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ ഇതിനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വിസ്കറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്പാച്ചുലയും യൂസ് ചെയ്യാം. അപ്പം ഇവിടെ ബാറ്റർ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും ബാറ്റർ നല്ലപോലെ റിബൺ കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി ഈ കേക്കിൻ്റെ മേലെ ഇടാൻ നമുക്കൊരു ചോക്ലേറ്റ് മിക്സ്ചർ ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു ബൗളിൽ നമ്മൾ 100 ഗ്രാം ഷുഗർ, 25 ഗ്രാം കൊക്കോ പൗഡർ, 1.5 ടീസ്പൂൺ കോഫി പൗഡർ. ഇത് ഓപ്ഷണൽ ആണ്, പക്ഷെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഈ മിക്സ്ചറിനെ എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇതിപ്പോൾ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച ഈ കേക്ക് ബാറ്ററിനെ സ്പാച്ചുല കൊണ്ട് ഞാൻ നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കേക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ കേക്ക് പാനിനെ ഓയിലോ ബട്ടറോ ഇട്ട് ഗ്രീസ് ചെയ്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ്ലി ഈ ബാറ്ററിനെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മളൊരു കൊക്കോ ഷുഗർ പൗഡർ മിക്സ്ചർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ഇതിൻ്റെ മേലെയോട്ട് ഇട്ട് കൊടുക്കും. എല്ലാ ഭാഗത്തും ഈ പൗഡർ ഇട്ട് കൊടുക്കണം, എന്നാലേ നമുക്ക് ആ ഫഡ്ജി ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഈ കേക്ക്. ഇവിടെ ഇപ്പോൾ ഞാൻ പൗഡർ എല്ലാ ഭാഗത്തോട്ടും നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഇതിൻ്റെ മേലെയോട്ട് എല്ലാ ഭാഗത്തോട്ടും ഇട്ട് കൊടുക്കണം. അപ്പം വെള്ളമാകാത്ത ഭാഗത്തിൽ നമുക്ക് ഇതേപോലെ സ്പൂണിട്ട് മേലെ മാത്രം മെല്ലെ പതുക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ആദ്യം നമ്മൾ കേക്ക് ബാറ്റർ ഇട്ടു, കൊക്കോ ഷുഗർ മിക്സ്ചർ ഇട്ടു, പിന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ മോൾഡ് അങ്ങ് റെഡിയാക്കി. ഇനി നമ്മളിത് ബേക്ക് ചെയ്യാൻ പോണത് ഒരു പാത്രത്തിലാണ്. ഇതിപ്പോൾ ഞാനിവിടെ നല്ല കട്ടിയുള്ള പാത്രമാണ് എടുത്തത്. അതിലോട്ട് പിന്നെ ഉപ്പിട്ടിട്ട് 10 മിനിറ്റോളം നല്ലോണം ചൂടാൻ വെച്ചു. ഇതിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. അതിൻ്റെ മേലെ ഞാനൊരു വയർ റാക്ക് വെച്ചിട്ട് ഈ കേക്ക് മോൾഡ് അതിലോട്ട് വെച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഈ കേക്കിനെ ബേക്ക് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റോളം. ടൈം മുന്നിലോ പിന്നിലോ മാറാൻ പറ്റും. അതുകൊണ്ട് ഇതിനൊരു 25 മിനിറ്റ് ആകുമ്പോഴേ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങും. ഇപ്പം ഞാൻ ഈ കേക്ക് വെച്ചിട്ട് ഒരു 30 മിനിറ്റ്സ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ഇത് ബേക്കായി വന്നിട്ടുണ്ടോ ഇല്ലയോ. ഇനി ഇതിപ്പോൾ പ്രോപ്പറായി ബേക്കായെന്ന് എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത് വെച്ചാൽ, ഇതൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്യരുത്. കാരണം വെച്ചാൽ ഇതിൻ്റെ താഴെ ലാവയുള്ളത്. അപ്പോൾ ഇതേപോലെ കേക്കിൻ്റെ മേലെ കണ്ടുവെച്ചാൽ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം. കേക്കിന് ഓവർ ബേക്ക് ചെയ്യരുത്, ഇല്ലെങ്കിൽ താഴത്തെ ലാവയും കൂടി നല്ലോണം ബേക്കായി പോകും. ഇനി നമുക്ക് ഇതിനെ ചൂടോടെ തന്നെ സെർവ് ചെയ്തിട്ട് കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത്. നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ പൗഡർ ഷുഗറും ഡസ്റ്റ് ചെയ്ത് കഴിക്കാം. ഞാനിവിടെ അത് അവോയ്ഡ് ചെയ്തു, എനിക്കത് ഓവർ ഷുഗറായി തോന്നുന്നുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും വീട്ടിലും ട്രൈ ചെയ്തിട്ട് മറക്കാണ്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. പുതിയതായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതേപോലൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.